അലമാര സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. ആ നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, പക്ഷെ എന്നാലും എന്തുകൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യും? ആ ഒരു ഐഡിയ ഉണ്ട്. ഇവളെ ഞാൻ വിളയും. വാലന്റൈൻസ് ഡേ ആവട്ടെ. ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോ തുടങ്ങിയാലോ? തുടങ്ങല്ലേ? മോനെ ടോക്കി, നീ എന്തോരം വരച്ചിട്ട് കാര്യമില്ല, വീഴത്തില്ല. നിന്റെ മോന്തയില്ലേ? എടാ വേണ്ടാട്ടാ. നീ എന്താ ഉണ്ടാക്കണത് മോനെ? ആ വഞ്ചി. വഞ്ചിയാ? ഓ ഒന്ന് ചിരിച്ചു വിടറാ. അത്രേ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ പറയണ്ട, കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞൊരു പ്രത്യേക തരം ഹാമ്പറിലെ ഒരു ഗിഫ്റ്റ് കാർഡ് ഒരു സംഭവം. ഹാമ്പറോ? ഹാമ്പർ അല്ല, ഗിഫ്റ്റ് കാർഡ് ഒരു സംഭവം. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ല. ഹാമ്പർ എനിക്ക് മനസ്സിലായി. തരാട്ടാ. അപ്പൊ ഹാമ്പർ അല്ല, ഗിഫ്റ്റ് കാർഡാണ് സംഭവം. ഇത് പിന്നെ എന്തായാലും ഇതിങ്ങനെ കുറെ കട്ട് ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും സാധനം എന്താണ്. ഞാൻ ഉണ്ടാകുന്നെന്ന് വെച്ചാൽ ഈ ലവൊക്കെ കട്ട് ചെയ്ത് ബട്ടർഫ്ലൈസ് ആകും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു പെട്ടി തുറക്കുമ്പോ ഈ ബട്ടർഫ്ലൈസ് വരും. അത് കഴിഞ്ഞ് പിന്നെ ഒരു വഞ്ചി, ഒരു മഞ്ഞ താറാവ്, അതൊക്കെ വാലന്റൈൻസ് ഡക്കാ. വാലന്റൈൻസ് താറാവ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കോഴി ഉണ്ടോ? ഇതൊക്കെ കോഴി ഇത് ഞാനാ സാധാരണ നീയൊക്കെ ചത്തിറക്കുമ്പോ നെഞ്ചത്ത് വെക്കില്ലേ, ആ സാധനം ഉണ്ടാക്കണം. മാറിപ്പോയതാ. അതാ പെണ്ണ് നീ അവിടെ അയ്യോ എടാ നീയൊക്കെ ഇരുന്ന് കളിയേക്കോടാ. സാധനം കണ്ടോ? ലാസ്റ്റ് നീ കണ്ടോ? ലാസ്റ്റ് കണ്ടോ? ഞാൻ നോക്കുന്നു. ഇതൊക്കെ എന്താണ് ചിരിച്ചു കൊടുക്കണത്? നിന്റെ വാല് പോട്ടെ, ഈ സാധനത്തിനൊക്കെ ചിരിച്ചു കൊടുത്താ. നല്ല വാലുണ്ട്. എടാ കൊമ്പ, നീ ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോടാ? പ്രേമം ഇല്ല. സത്യം പറയടാ. അതെ, വൺ സൈഡ് ആണെങ്കിൽ ഉണ്ടായിരുന്നു. ആയിട്ടില്ലേ? വൺ സൈഡ് ഉണ്ടായിരുന്നു ശരിക്കും. എടാ അവള് വൺ സൈഡ് ആയിരുന്നടാ. അല്ല, എനിക്ക് അങ്ങോട്ടായിരുന്നു വൺ സൈഡ്. ആൾക്കാർ തെറ്റിയായിരിക്കും. അല്ല ടോക്കിക്കില്ലായിരുന്ന? ടോക്കിക്കില്ലായിരുന്ന പ്രേമം? അതൊക്കെ വലിയ കഥയാ. എന്നാ പിന്നെ പറയണ്ട. നിങ്ങൾ എന്റെ പോലെ സിംഗിൾ ആണെങ്കിൽ കമന്റ് ചെയ്യാ. എത്ര സിംഗിൾസ് ഉണ്ടെന്ന് എനിക്ക് അറിയാനാ. കമന്റ് നോക്കട്ടെ, സിംഗിൾസിന്റെ പവർ കാണട്ടെ. നീ കൊറേ നേരം ഇതിന് നോക്കി പഠിച്ചോണ്ടിരിക്കും. സാധനം ഡിഗ്രി നിൽക്കുമ്പോ ചാടും തവളയിട്ട് പ്രോഗ്രാം ബൈക്ക്. ഇതിന് മുമ്പ് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ലേ? പ്രണയൊക്കെ വൺ സൈഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്നിലൊരു വെച്ചിട്ട് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലവ് എന്നുവെച്ചാൽ ഫസ്റ്റ് ലവ് എന്ന് വെച്ചാൽ അത് അന്ന് ഓർമ്മയൊന്നുമില്ലടാ. ജസ്റ്റ് കവളത്തൊരു മൂടുത്ത അത് ഓർമ്മ എനിക്ക് ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ ആ കൊച്ചു ടീച്ചറെ അടുത്ത് പറഞ്ഞിട്ട് ടീച്ചർ തന്നെ തരും. അല്ല ടീച്ചറല്ല, അപ്പൊ തന്നെ അവള് കരണ്ട് അടിച്ച് വിളിക്കും. അവള് അല്ലെന്നില്ല, അവളിങ്ങനെ കരഞ്ഞ് ടീച്ചറെ അടുത്ത് പറഞ്ഞു. അയ്യോ കരഞ്ഞ. ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ വെച്ചേ? ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പിന്നെ ആ കൊച്ചു ഉമ്മാന്ന് കൈ ഓടിച്ചിരിക്കോ? അന്നൊക്കെ ഉമ്മാന്ന് വെച്ചാൽ ഭയങ്കര സീനാ. 5ാം ക്ലാസ് ഒരു ഉമ്മ കൊടുക്കാന്ന് വെച്ചാൽ ഭയങ്കര സീനായിരുന്നു. അതെല്ലേ? പിന്നെ എനിക്ക് മനസ്സിലായേ എന്താ ഉമ്മ കൊടുക്കുന്നൊന്നും വലിയ കാര്യമില്ലത്. ആണോ? പിന്നെന്ത് സ്ഥിരം ഉമ്മ കൊടുപ്പായിരുന്നു? അല്ല, ഞാൻ 8ല് ബയോളജി പഠിച്ചു. ഓ, അപ്പൊ നീ മറ്റേ ചിന്തയായിരുന്നു ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചുണ്ടാവുന്നുള്ളത്. ശരി, ഒന്നിൽ വെച്ച് എങ്ങനെ കൊച്ചുണ്ടാവുന്നത്? അതെ, എല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെയാണ്. ഇത് എന്തിന് എങ്ങനെയാണോ? ഒന്നിൽ വെച്ച് നിനക്ക് പ്രോസസ് അറിയാറുണ്ടാ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പട്ടം പോലെ
ബക്രിക്ക് ഫസ്റ്റ് ലവ് ഒന്നുമില്ലടാ. ഫസ്റ്റ് ലവ് ഒന്നും എന്തിലാവും ബ്രോ? ആ അതില്ലാത്ത എന്റെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞുണ്ട്. എത്രയിലാന്നറിയാവോ? എത്രയിലാ? ഞാനൊരു 6 പഠിക്കുന്നു. എന്താ ചിരിക്കണേ? അല്ല നോക്കിയിട്ട് എത്രയിലായിരുന്നു? എനിക്ക് അതിന് മുമ്പേ കുറെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒന്നും പറയാനൊന്നും പറ്റിയില്ല. 7ാം ക്ലാസ്സിൽ നീ പറഞ്ഞ എന്തോന്ന് പറഞ്ഞ ഇഷ്ടം പറഞ്ഞ? 7ാം ക്ലാസ്സിൽ ഇഷ്ടമെന്ന് പറഞ്ഞ്. അല്ലാതെ നീ ലെറ്റർ എഴുതി കൊടുത്താൽ എങ്ങനെയായിരുന്നു എന്നിട്ട് ഫുള്ള് ആ ഒരു സാധനം ചിത്രീകരിക്കും ഇവിടെ. പേപ്പർ എല്ലാം എടുത്തിട്ട് എടാ നീ കഥാരൂപത്തിൽ ചിത്രീകരിക്കണത്. സംഭവം എന്ന് പറയുന്നത് ഒന്നുമില്ല, നമുക്ക് കവിതയായിട്ട് പാടാം. ഞാനിങ്ങനെ സ്പോർട്സിലൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഒരു ടൈം ഞാനിങ്ങനെ നമ്മുടെ തൊട്ടിപ്പറ ക്രിക്കറ്റേഴ്സ് ആണ്. അത് ഈ കൊച്ചു ക്രിക്കറ്റേഴ്സിൽ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കാരിയായിരുന്നു. അതെ ക്രിക്കറ്റ് കളിക്കാരിയാണ്. അപ്പം മറ്റേ അണ്ണൻ മറ്റേ പട്ടാളത്തിലെ മറ്റേ പുള്ളിക്കാരിയുടെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ ഇവിടെ ഇല്ലില്ല പറയടാ. എന്നിട്ട് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്റെ കൂട്ടുകാരനോട് എന്ന് പറഞ്ഞ് നമ്മളൊരു ലവ് ലെറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് അവൾക്ക് കൊണ്ട് കൊടുത്ത്. ലവ് ലെറ്ററിലൊന്നും ഇല്ലായിരുന്നു, ഐ ലവ് യു എന്ന് മാത്രം. അത് കൊടുത്തപ്പോൾ അവൾ അക്സെപ്റ്റ് ചെയ്തു. അതെന്താണ്? ഭയങ്കര ലുക്കായിരുന്നു ഞാൻ. കമ്മിറ്റഡായി, ഞങ്ങൾ കമ്മിറ്റഡായി. പക്ഷെ അവളിപ്പോ വേറെ അറിയുമല്ലോ, എന്നോട് ബ്രേക്കപ്പ് പോലും പറഞ്ഞിട്ടില്ല. ബ്രേക്കപ്പ് പോലും പറഞ്ഞില്ലേ? കഴിവില്ലാത്തന്നെ ഇതായിട്ട് ഒഴിവാക്കിയപ്പോ എനിക്ക് വേറൊരു ഹോസ്റ്റലിലേക്ക് സാങ്കേതിക തകരാറ് മൂലം പോകേണ്ടി വന്നപ്പം അവൾ ഒഴിവാക്കി. ഞാൻ മറ്റേ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ എന്റെ കൂട്ടുകാരനെ ബാക്ക് ചെയ്തിട്ട് പറയും, ഇവിടെ നിനക്കറിയാവോ ലൈന? അപ്പൊ അവൻ പറയാം അവന്റെ കൂട്ടുകാരന്റെ ലൈനാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് തീർന്നിട്ടുണ്ട് കേട്ടോ. എന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിക്കാൻ കിടന്നു. നമ്മള് ലൗച്ചിനുണ്ടാക്കി ഉണ്ടാക്കിയിട്ട് കാണിച്ചില്ല. വാലന്റൈൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ഡക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ഞ കളറാണ്. ഇത് വാലന്റൈൻസ് ഡക്ക, വെറൈറ്റി സാധനം. ഈ വാലന്റൈൻസ് ഡക്ക് ശരിക്കുണ്ട്. വാലന്റൈൻസ് ക്യാറ്റ് ഉണ്ട്, വാലന്റൈൻസ് ഡക്ക് ഉണ്ട്. അതായത് ഈ ക്യാറ്റിനൊക്കെ മറ്റേ വാലന്റൈൻസ് ഡേക്ക് സമ്മാനം കൊടുക്കും. അതറിയില്ല. ഇതൊരു വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടില്ല ചേട്ടാ. ഇതൊരു ആഘോഷിച്ചിട്ടില്ല എന്റെ ലൈഫിൽ. ഇല്ല. ഞങ്ങൾക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾ സാധിച്ചു തരണം. സാധിച്ചു തരണം എന്നാ? അത് അങ്ങനെയല്ലേ എന്താ ഫുഡ് കഴിക്കുമ്പോ ഒരു ചെറിയൊരു ഡേറ്റിംഗ്. പബ്ബി പോണം. കൊക്ക് കയറിപ്പോയി. പബ്ബി പോയിട്ടുണ്ട് ഇതുവരെ. അല്ല വാലന്റൈൻസ് പബ്ബി പോക്കോ. രാവിലെ അയ്യോടാ അച്ചടാ സത്യം അതന്നെ. അവിടെ എങ്ങനെയാണ് ഡാൻസ്? വെറുതെ ഇങ്ങനെ കളിച്ചു? കൊമ്പം പോയിട്ടുണ്ടടാ? ഞാൻ പബ്ബി പോയിട്ടുണ്ട്. ഒറ്റയ്ക്കോ? അല്ല ഞാനാണെങ്കിൽ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ പോയിട്ടുണ്ട്. ഉണ്ടായിരുന്നു. കണ്ടില്ലേ സെക്കൻഡ് ഹാൻഡ്. ഇതെന്തായിരിക്കും? എടാ റോസാപ്പൂ ആവുന്നു. ഇത് കണ്ടോന്ന് എന്റെ ഡക്കോരെ കറക്റ്റ് ഷേപ്പിൽ വന്നു. നമുക്ക് എന്തായാലും ഇത് ഫുള്ള് ചുരുട്ടി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ. ഫുള്ള് ചുരുട്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊരു റോസാപ്പൂ ആയി മാറുന്നതായിരുന്നു. അങ്ങനെ എന്റെ ഡക്ക് വാലന്റൈൻസ് ഡക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി ഇതൊക്കെ കണ്ട് പടി റോസാപ്പൂനുകളും വെള്ളം ഡക്ക്. അല്ല ഞാൻ ഇതെന്ത് റോസാപ്പൂ ആവാത്തെ? അതെ ഇത് കണ്ട റോസാപ്പൂ തോന്നോ? ഇല്ല. ഇത്ര കഷ്ടപ്പെട്ട് ഗ്ലാസൊക്കെ വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഇത് കോഴിയുടെ പോലെ
ഇതെന്ത് കിരീടോ കിരീടോ ഈ ചീട്ട് കളിക്കുമ്പോ തലയിൽ വെച്ച് കളിക്കില്ല അങ്ങനത്തെ സാധനം ഇതാ അതൊന്നും നിർത്തി ഞാൻ കാണിച്ചില്ല ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ തല ഇതെന്താ താമരയോ? ആ അല്ല ആമ്പല് അല്ല എടാ ഇതെന്താ ആഫ്രിക്ക കോഴിയാ? അല്ലെങ്കിൽ കലയുടെ അതെ കോഴിയുടെ സാധനങ്ങളല്ല ബാക്കിൽ ലവ് വരച്ച് വെച്ചിരിക്കുന്നേ. എഴുതി കൂടെ വെക്കാൻ പറയാം ഞാൻ അറിയണ്ടേ ഇതിനകത്ത് ഒരു 5 ഓർഡർ കൊടുത്തായിരുന്നല്ല അതിന്റെ ബാക്കി കെട്ടി തൂക്കിയ. അല്ലല്ലേ ഇത് വേറെ മയിലുണ്ടാക്കാം അതിന്റെ ബാക്കിൽ മയിൽപ്പീലായിട്ട് 5 മഞ്ചി വിട്ടിരുന്നിക്കും അതിന്റെ കോൺസെപ്റ്റ്. ലവ് എങ്ങനെ ഉണ്ടാക്കാം? കൈയൂട്ടി ലവ് ഇതാണ് ലവ്. തുമ്പിയാന്ന് പറയടാ തുമ്പിയുടെ ഇത് സത്യം പറഞ്ഞാൽ ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കിയത്. നടുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വരച്ച് ബട്ടർഫ്ലൈ ആക്കി ഇത് ഫോർ ഡെക്കറേഷൻ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെ കൊടുക്കരുത്. ഇതൊക്കെ എനിക്കുള്ളതാ. അതെ ഹൃദയമാണ് ഈ ബക്കറ്റാ. അയ്യോ അയ്യേ കണ്ടിട്ട് എന്തായിട്ട് തോന്നുന്നേ? ഇതെന്തത്? അയ്യോ അതെ എന്റെ ഹൃദയത്തുമ്പോ തോന്നാൻ പാടില്ല. പിന്നെ ഹൃദയത്തിൽ ഓട്ടേക്കില്ലേ ഇത് നോക്കട്ടെ. ഹൃദയത്തിൽ ഓട്ട ക്യാൻഡി ഇത് പിടിക്കും. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിവർത്താൻ ഒന്നാം ക്ലാസ് വാലന്റൈൻസ് ഡേ താറാവ്. നമ്മളെ കോഴി മനസ്സിലായില്ലേ? നമ്മളെ കോഴി ആക്കിയത് മനസ്സിലായില്ല എന്തായിട്ട് തോന്നിയേ? കോഴി. കോഴി ആ അത് താറാവിനും കോഴിനും ക്രോസാ. ഇത് നല്ലൊരു സാധനം. ഇത് ഇഷ്ടായോ? ഇല്ല ഇതെന്താ? ഇതെന്താ കണ്ടിട്ട് എന്തോ ഇതെന്താന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. എനിക്ക് മനസ്സിലാവണല്ലോ. ഇത് നല്ലല്ലേ? ഇത് ഇതെങ്ങനെയുണ്ട്? കപ്പിയോ? സഞ്ചി ഇത് കൊള്ളാല്ലേ? വേണ്ട. ഇനി മോളെ ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടേ എന്നിട്ട് ഇത് പിടിച്ചോണ്ട് നടന്നു പോക്കോ. എന്റെ ഹൃദയം കാണണ്ടേ? അതെനിക്കൊന്ന് കാണാം. ബോക്സ് മാത്രമേ ഇത് അടിച്ചിട്ടുള്ളൂ. ഇതെന്നെ പിടിച്ചത് എന്റെ ഉണ്ട് ഈ സാധനം. ഇത് ഞാൻ ചെക്ക് ചെയ്ത് മലപ്പുറം കത്തി അപ്പം ബില്ല് ഇതെന്ത് ഇതെന്ത് നീ ഉണ്ടാക്കിയതാണത്? പക്ഷെ ഇനിയാണ് സ്പെഷ്യൽ. എന്റെ ഹൃദയവ ഇത് പൊട്ടിച്ച് തുറന്ന് വായിച്ചു വയ്ക്കും. നോക്കട്ടെ. ഐ ലവ് യു. എന്റെ ആർക്കൈൽ എടുത്തൂടെ? ഇവിടെ ഫോട്ടോ ഒക്കെ ഒട്ടിക്കുന്നുണ്ട്. ഫോട്ടോ ഇത് വെച്ചിരിക്കുന്ന ഫോട്ടോ കിട്ടിയില്ല. ഒരു പ്രാവശ്യമല്ലേ കണ്ടുള്ളു, അതുകൊണ്ടാ. അല്ലെ അടിയിലെന്താ ഇത് വെച്ചാണ്? You are precious. ഇതെന്താ? എനിക്ക് വായിക്കറിയാൻ പറ്റും. എന്നാ പെൻസില് അല്ല അത് പഠിക്കും. PRECIOUS അല്ലേ? അയ്യോ അയ്യോ കംപ്ലീറ്റ് സ്പെല്ലിംഗ് തെറ്റാ. You complete. അയ്യോ കംപ്ലീറ്റ് മീ യു കംപ്ലീറ്റ് പറഞ്ഞ വിദ്യാഭ്യാസം നിർത്ത്, ബാക്കി വായിക്കട്ടെ. happy to be US. USA. യു ആർ എഴുതാ സ്പെല്ലിംഗ് കാണിക്കണേ. ഇതെല്ലാം കറക്റ്റാണ്. നിങ്ങൾ ഇത് വെറുതെ പറയുന്നേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. You still make love. You still give me.
അത് ഇഷ്ടപ്പെട്ടു. ഇത് എന്ത് ചെയ്യാനാ? പിന്നെ ദേ രണ്ടെണ്ണം അടിക്കും. തുമ്പി. പിന്നെ ദേ വൈൻ ഗ്ലാസ്. Love is in there. അത് എനിക്ക് ഇങ്ങനെ എയറിലുള്ള പിന്നെ കാണുമ്പോ ഇതൊക്കെ നീ എപ്പോ ചെയ്തു? ഇത്രയൊക്കെ എപ്പോ ചെയ്തു നീ? ഞാൻ ചെയ്തു വെച്ചാ ഞാൻ ഒന്ന് വളച്ചോട്ടെ. അഗാധമായ പ്രണയമായിരുന്നല്ലേ? അതെ അതെ. ഈ ഒരു ബൊക്കലൊന്നും അല്ല, ഇതിലെല്ലാം ഉണ്ട്. ഇതെന്ത്? ഇത് എല്ലാവരും എന്റെ ബക്കറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ എടുത്തില്ലെങ്കിൽ ആർക്കെങ്കിലും ഞാൻ ഈ ബക്കറ്റ് തരാം. ഇനി ഇവിടെ എന്റെ ഡയറി ബക്കറ്റ് ഒന്ന് വിറ്റോട്ടെ. എന്ത് ഇതെല്ലാം നിനക്കുള്ള കേട്ടാ. ആണോ? ആ നെഞ്ചി മാറിക്ക് ഇങ്ങോട്ട്. മാറിക്ക്. ഇനി ഞാൻ എന്റെ ഹൃദയം കൊടുക്കട്ടെ. എന്റെ ഹൃദയം Thank you. എങ്ങനെയല്ല റീത്ത ഇങ്ങനെ അടിക്കും. ബാലൻസ് വാവയോ? നിനക്ക് അത്ര ഇതാണെങ്കിൽ രാത്രി ഇത് ഫ്രണ്ടിൽ കണ്ടിട്ട് ആട്ടില്ല ആട്ടില്ല. ഹൃദയം ആട്ടം പാടില്ല. വെക്കാനുള്ള ഇങ്ങനെ പയ്യെ മെല്ലെ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം. കൊള്ളാലോ സാധനം. കൊള്ളാം. മലയിലുണ്ടൊരു കൊക്ക, നിന്റെ കയ്യിലിരിക്കുന്ന ബൊക്ക, നീ എനിക്ക് കിട്ടിയ ലക്ക. ഇവന്റെ കയ്യിലിരിക്കാൻ പോക്ക ചക്ക. അപ്പം എങ്ങനെ എങ്ങനെ വലിയ പെട്ടി എങ്ങനെ ഇതിലേത് ഇഷ്ടപ്പെട്ടൊന്ന് പറഞ്ഞ സെലക്ട് ചെയ്യണം. അതിപ്പോ